ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഇടിയപ്പവും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മുട്ട റോസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായ രീതിയിൽ ഇടിയപ്പവും നല്ല ടേസ്റ്റോടു കൂടിയ മുട്ട റോസ്റ്റും എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ സോഫ്റ്റ് ഇടിയപ്പവും മുട്ട റോസ്റ്റും എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഞാനപ്പോൾ ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഇടിയപ്പം നമുക്ക് പെട്ടെന്ന് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ 3 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 4.5 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 4 ഗ്ലാസ് മതിയാവും, പക്ഷെ ഞാൻ 4.5 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അരിപ്പൊടിയിലേക്ക് നമുക്ക് ഈ ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ശരിക്കും തിളച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഈ മാവ് ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. ഈ നല്ല തിളച്ച ചൂടോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ശരിക്കും തിരുമ്മി നമുക്ക് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. ചൂടാറിയിട്ട് കുഴയ്ക്കാം എന്ന് ഓർക്കരുത്, കാരണം ചൂടാറിയിട്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ അത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല. നല്ല തിളച്ച ചൂടിൽ തന്നെ നമ്മൾ നല്ലതുപോലെ നിരടി കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ നല്ല ചൂടോടുകൂടി കൈകൊണ്ട് കുഴയ്ക്കാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു എളുപ്പവഴി കാണിച്ചു തരാം. നമുക്ക് ഒരു ഗ്ലാസ്സോ അതുപോലെ കപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ശരിക്കും നിരടി കുഴയ്ക്കാം. അപ്പോൾ ആ ചൂടിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. നമുക്ക് കൈകൊണ്ട് ഇത്രയും ചൂടിൽ കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് നമുക്ക് കിട്ടും. നമ്മുടെ മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് സേവനാഴിലേക്ക് വെക്കുന്ന രീതിയിൽ നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അത് ആ ഷേപ്പിൽ സേവനാഴിയുടെ ഷേപ്പിലേക്ക് ആക്കി നമുക്ക് എടുക്കാം. സേവനാഴിൽ വെക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ അത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയപ്പത്തിന് ടേസ്റ്റ് കൂടുകയും ചെയ്യും. അതുമാത്രമല്ല, ഈ താഴെ ഇടിയപ്പത്ത് തട്ടിൽ തേങ്ങ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം അതിൽ നിന്ന് വിടിയിച്ചെടുക്കാനും പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്, അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് കുഴച്ചെടുത്തതാണ്. അതുകൊണ്ടൊരു പകുതി വേവ് അപ്പം തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വേവായി കിട്ടും. അപ്പോൾ 10 മിനിറ്റ് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കത് എടുക്കാം. ഇനി നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ
അപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് മുട്ട റോസ്റ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട പുഴുങ്ങി തൊണ്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളകും കൂടി കീറിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഞാനിവിടെ 4 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവി നല്ല കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവിക്ക് നല്ല കുറുകിയിരിക്കുന്ന നല്ല കട്ടിപ്പായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളി നല്ലതുപോലെ സോഫ്റ്റായി ഒന്ന് ഉടഞ്ഞു വരണ പരുവാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് 1 സ്പൂൺ മീറ്റ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്താൽ മതി. നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒരു 5-6 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അപ്പോൾ ശരിക്കും മൂത്ത് കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എത്രമാത്രം ഗ്രേവി വേണം എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി വെള്ളം ചേർത്താലും കുഴപ്പമില്ല, കാരണം നമ്മൾ അതേപോലെ സവാള ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരുവിധം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനി നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് കറക്റ്റ് ചെയ്യണം. പിന്നെ ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്രേവിയൊക്കെ മുട്ടയിൽ റോൾ ചെയ്യണ വിധത്തിൽ ഒന്നാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ശരിക്കും തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് തൂവി സ്റ്റൗ ഓഫ് ചെയ്യാം. മല്ലിയില തൂവണമെന്നൊന്നുമില്ല, അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മതി. ഈ ഒരു പരുവത്തിൽ തന്നെ വളരെ ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റിലാണ് നമ്മൾ മുട്ട റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ നല്ല സോഫ്റ്റായ ഇടിയപ്പവും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആദ്യമായിട്ട് കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.